ഹലോ എവ്രി വൺ, വെരി ഗുഡ് ഈവനിങ്. നമ്മളിത് ഈ സെഷൻ റെക്കോർഡ് കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനലായ ജേണി വിത്ത് GTH ഇത് അപ്ലോഡ് ചെയ്യും. സോ വി വിൽ ഷെയർ ദ ലിങ്ക്. അപ്പൊ നൈറ്റിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നൈറ്റിലോ നാളെയോ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻസ് കാണാം. അതിനുശേഷം വീണ്ടും ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഓൾറൈറ്റ്. സോ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ചോസിങ് അസ് GTH ഫോർ യുവർ സ്കാൻഡിനേവിയൻ നോർഡിക് സ്കാൻഡിനേവിയൻ ട്രിപ്പ്. സോ ദ ട്രിപ്പ് ബിഗിൻസ് ഓൺ 25th ഓഫ് ഏപ്രിൽ. 25-ാം തീയതിയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും പുലർച്ചെ 4:15 ഖത്തർ എയർവേസ് ഫ്ലൈറ്റിനാണ് നമ്മുടെ ട്രിപ്പ് ബിഗിൻ ചെയ്തത്. 4:15. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ റൂട്ടും ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ പറയാം. അതിനുശേഷം നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കരുതലുകൾ എടുക്കണം യൂറോപ്യൻ ട്രിപ്പ് പോകുമ്പോൾ. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ, ഒരു 80% ഓഫ് ആൾക്കാർ ഐ എം ഷുവർ നിങ്ങൾ സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും ആ ഒരു സ്ട്രെച്ച് ഓഫ് ട്രിപ്പ് കഴിഞ്ഞതായിരിക്കും മെജോറിറ്റി. അപ്പൊ ആ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം സെയിം തന്നെയാണ്, ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടെന്ന് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ 24-ാം തീയതി നോട്ട് ചെയ്യേണ്ടവർ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് നോട്ട് ചെയ്യാം. 24-ാം തീയതി രാത്രി 24th ഓഫ് ഏപ്രിൽ നൈറ്റ് 12:30-ക്കാണ് നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 12:30 മണി, 12:30. 24-ാം തീയതി രാത്രി 12:30 പറയുമ്പോൾ 25-ാം തീയതി പുലർച്ചെന്നാണ് വരുന്നത്. പക്ഷെ അത് നൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുക. 24th നൈറ്റ് 12:30 മണി. എല്ലാവരും 12:30-ക്ക് തന്നെ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ബിഫോർ ആയിട്ട് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യുക. എല്ലാം ഒരുമിച്ചായിരിക്കും, ടൂർ മാനേജറുടെ കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ അകത്തേക്ക് പോകുന്നതും ഇനീഷ്യലുള്ള ചെക്ക് ഇൻ പ്രോസസ്സ് ചെയ്യുന്നതും. വൈകി വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾക്ക് ഓൺ ടൈമിൽ എത്തിയവരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നല്ല റഷും ഉണ്ടാവും ആ സമയത്ത്. 4-5 മേജർ ഫ്ലൈറ്റ്സ് തന്നെ ഈ 4 മണി, 4:30, 5 മണി സമയത്ത് കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സമയം എല്ലാവരും പാലിക്കുക. 12:30 മണിക്ക് ഷാർപ്പ് നമ്മളൊരു പില്ലർ നമ്പർ പറയും. അത് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓൺലി ദ പ്രീവിയസ് ഡേ ഓഫ് ദ ഡിപ്പാർച്ചർ, അതിന് മുമ്പേ ചെയ്ത തലേ ദിവസം ആ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് ഏത് പില്ലർ നമ്പറിൽ നിങ്ങൾ അസംബിൾ ചെയ്യണം എന്നുള്ളത് പറയും. അവിടെ ഒരു കിറ്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ദാറ്റ്സ് എ ബാഗ് ആൻഡ് ക്യാപ്പ്. ഒരു ഹാൻഡ് ബാഗും ഒരു ക്യാപ്പും. ആ ബാഗിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കിറ്റിലുണ്ടാവും. കിറ്റും കൂടെ വാങ്ങിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്, 12:30-ക്കാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം. ഫ്ലൈറ്റ് 4:15-നാണ്. അപ്പൊ ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് 4:15-ന് ഫ്ലൈ ചെയ്ത് നമ്മൾ 6:15-ന് ദോഹയിലെത്തുന്നു. ദോഹ ടൈം 6:15-ന് ദോഹയിലെത്തുന്നു. പിന്നെ അടുത്ത ഫ്ലൈറ്റ് ടു ഹെൽസിങ്കിയിലെ 8:15-നാണ്. നമുക്ക് ഒരുപാട് സമയം അവിടെ ഇല്ല. 2 മണിക്കൂറാണ് നമുക്കുള്ളത്. സഫീഷ്യന്റ് ടൈമാണ്. ഇൻ കേസ് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്, നോർമലി ഖത്തർ എയർവേസ് ഓൺ ടൈം പെർഫോമൻസ് ആണ്, ഡിലേ വരാറില്ല. ഇനി എങ്ങാനും ഡിലേ വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവിടെ സമയം കുറയും. ഇപ്പൊ 2 hours ഈസ് സഫീഷ്യന്റ് ടൈം. ബട്ട് നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടൂർ മാനേജറുടെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഗേറ്റിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മൾ ഇറങ്ങുന്ന ഗേറ്റും അതുപോലെ ഹെൽസിങ്കിയിലേക്ക് ഡിപ്പാർട്ട് ചെയ്യുന്ന ഗേറ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിഹൗ വി മൂവ് ടുഗദർ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാം. ഇനി ഇത് ഇനി ഇതിൽ ഡൗട്ട്സ് ഈ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാർക്ക് ഡൗട്ട് ചോദിക്കാം. ഇതിൽ നമ്മുടെ കോഡ് ഷെയറിംഗ് ഫ്ലൈറ്റ് ആണ്. ഇത് ഖത്തർ എയർവേസിന്റെ ദോഹയിൽ നിന്നും ഹെൽസിങ്കിയിലേക്ക് ഫിനിഷ് എയർലൈൻ ആണ്. അത് ഖത്തർ എയർവേസിന്റെ തന്നെ ഫ്ലൈറ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് ബ്രാൻഡഡ് ആസ് ഫിനിഷ് എയർലൈൻ. അപ്പൊ ഫിൻലാൻഡിന്റെ അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഫുഡിന്റെ ക്വാണ്ടിറ്റി, ബിക്കോസ് ഐ ട്രാവൽഡ് ലാസ്റ്റ് ഒക്ടോബർ, ആ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കമ്പയർ ടു, ബിക്കോസ് ദ ഫോറിൻ പീപ്പിൾ ആർ ട്രാവലിംഗ് മോസ്റ്റ്. ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് സൈലന്റ് ആക്കണം എല്ലാവരും ദയവേത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് 7 മണിക്കൂർ 15 മിനിറ്റിന്റെ ഫ്ലൈയിങ് ആണ് ഉള്ളത് ദോഹ ടു ഹെൽസിങ്കി. ഹെൽസിങ്കിയിൽ നമ്മൾ യൂറോപ്യൻ ടൈം അല്ലെങ്കിൽ ഫിൻലാൻഡിലെ ടൈം 3:15-ന് നമ്മൾ ഹെൽസിങ്കിയിൽ എത്തുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രെച്ച് ഓഫ് ജേണി. ഇതിൽ നമ്മുടെ ലഗേജ് 7 കിലോ ക്യാബിൻ ബാഗും 25 കിലോ ചെക്ക് ഇൻ ബാഗുമാണ്. പക്ഷെ നമുക്ക് 25 കിലോ ചെക്ക് ഇൻ ബാഗ് കൊണ്ടുപോകാൻ പറ്റാത്തതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് ഇന്റേണൽ ഫ്ലൈറ്റ് ഉണ്ട്. നോർവേയിലെ ബെർഗനിൽ നിന്നും കോപ്പൻഹാഗനിലേക്കുള്ള ഇന്റേണൽ ഫ്ലൈറ്റിലെ മാക്സിമം ലഗേജ് നമുക്ക് 20 കിലോയേ ഉള്ളൂ.
അപ്പൊ ബാഗേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 20 40 കിലോ, 14 കിലോ, 54 കിലോ ടോട്ടൽ കിട്ടും. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു തണുപ്പുള്ള രാജ്യത്തേക്കാണ് പോകുന്നത്. കൂടുതൽ എപ്പോഴും ഈ പറഞ്ഞതുപോലെ വെയിറ്റ് മാക്സിമം കുറക്കാൻ പറ്റുന്നത് കുറയ്ക്കുക. കമ്പയർ ടു ദ നോർമൽ ദ പാരീസ് സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ ട്രിപ്പ് വെച്ച് നോക്കുമ്പോൾ ഈ ട്രിപ്പിൽ നമുക്ക് ഫെറി ഉണ്ട്, ലൈക് ക്രൂസ് പോലുള്ള ഫെറി. ഈ ഫെറിയിലേക്ക് നമ്മൾ ഇത് വലിച്ചു കൊണ്ടുപോകണം, പെട്ടി അവിടുന്ന് ഇറക്കണം, വണ്ടിയിൽ കയറ്റണം. ഇന്റേണൽ ഫ്ലൈറ്റ് ഉണ്ട്, ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അവിടെ നമുക്ക് വീണ്ടും ചെക്ക് ഇൻ വരുന്നുണ്ട്, അവിടെ എത്തിയതിനു ശേഷം അത് ഓഫ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്തും മാക്സിമം പറ്റാവുന്ന പോലെ കുറയ്ക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഫുൾ ടൈം ജാക്കറ്റിൽ തന്നെ ആയിരിക്കും ഈ നോർവേയിലും സ്വീഡനിലും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ ഒരു ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊക്കെയുള്ള ഫോട്ടോസ് എടുക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവായിരിക്കും. മാക്സിമം ലഗേജ് കമ്പാരിറ്റീവ്ലി കുറക്കുക. ഇന്റേണൽ ഫ്ലൈറ്റും കൂടി ഉള്ളത് കൊണ്ട് 20 kg ലിമിറ്റ് ചെയ്യുക. ഒരാൾ ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ 40 kg. അതുപോലെ നിങ്ങൾക്ക് ക്യാബിൻ ബാഗേജിൽ 7 kg നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് ഈസ് റിലേറ്റഡ് ടു ദ ഫ്ലൈറ്റ് ടൈമിംഗ് ആൻഡ് ഓൾ, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോച്ചിലാണ് നമ്മുടെ യാത്രകൾ വരുന്നത്. നിങ്ങൾ യൂറോപ്പ് പ്രീവിയസ്ലി ട്രാവൽ ചെയ്തിട്ടറിയാം, കോച്ചിന് അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. അവിടുത്തെ കോച്ച് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ പവറാണ്. ഒരു 12 മണിക്കൂർ മാത്രമേ ഒരു ദിവസം കോച്ച് അവിടെ പെർമിറ്റഡ് ഉള്ളൂ. പെർമിറ്റഡ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ ഫൈൻ അടിച്ച് അവന്റെ ലൈസൻസ് കട്ട് ചെയ്ത് വിടും. രാവിലെ 9 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഫിനിഷ് ഹിസ് ജോബ് ബൈ 9 o'clock ബിഫോർ ദാറ്റ്. അപ്പോൾ 12 മണിക്കൂറുടെ മാക്സിമം ടൈം, ആ ടൈം ഇൻക്ലൂഡിങ് ഹിസ് 20 മിനിറ്റ്സ് റെസ്റ്റ് ഇൻ എവറി 2 hours ഓഫ് ഡ്രൈവിംഗ് ആണ്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ടൈം ഫ്രെയിം സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൺ ടൈം എന്നുള്ളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൺ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂർ ഫെയിലിയർ ആവുക തന്നെ ചെയ്യും. അപ്പൊ അത് ഓരോരാളും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ടൂർ മാനേജർ പറയുന്ന ടൈമിൽ തന്നെ ഇറങ്ങുക ബസ്സിൽ, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ടൂർ ആണ്. നമ്മളൊരു ഒരു ഒരു ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങളെ ഇത്രയും രാജ്യങ്ങൾ ഇത്രയും ദിവസം കൊണ്ടുപോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ മൂവ്മെന്റ്സും തരുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽസ് എടുക്കുവാണെങ്കിൽ എല്ലാം തന്നെ 4 സ്റ്റാർ ക്ലാസ്, 4 സ്റ്റാർ ഹോട്ടൽസ് ആണ് എല്ലാ സ്ഥലങ്ങളിലും. നമ്മുടെ ഫുഡ് ആണെങ്കിൽ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. 50-50 കോമ്പിനേഷൻസിലുള്ള ഫുഡാണ്. ഇന്ത്യൻ ഫുഡ് ആണെങ്കിൽ ബൊഫെ ആയിരിക്കും. യൂറോപ്യൻ ഫുഡ് 3 കോഴ്സ് മെനൂസും ബൊഫേസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. 3 കോഴ്സ് മെനു നിങ്ങൾക്ക് അറിയായിരിക്കും, അതൊരു 3 ടൈമിലാണ് അവർ. ഒന്ന് ആദ്യം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പ്ലേറ്റ് ഒക്കെ മാറ്റിയിട്ടാണ് അടുത്ത മെയിൻ കോഴ്സ് വരുന്നത്, പിന്നെ ഡിസേർട്ട് വരുന്ന ആ ഒരു സ്റ്റൈലിലാണ് 3 കോഴ്സ് മെനൂസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് അടുത്ത ഒരു പോയിന്റ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ ഈ വെതർ എന്ന് പറയുന്നത് നോൺ പ്രഡിക്റ്റബിൾ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. വി കനോട്ട് പ്രഡിക്ട് ദ വെതർ. ഐ ജസ്റ്റ് ട്രാവൽ ജപ്പാൻ, ജസ്റ്റ് കെയിം ബാക്ക് 3-4 days ബിഫോർ. പെട്ടെന്ന് റെയിൻ വരുന്നു, പിന്നെ വെയിൽ വരുന്നു, പിന്നെ ഒരു തണുത്തത്, പിന്നെ ഫോഗ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട് കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും. ഏപ്രിൽ നോർമലി വി കോൾ ഇറ്റ് ആസ് എ സമ്മർ ബിഗിനിങ് ഇൻ യൂറോപ്പ്. ബട്ട് നമ്മൾക്ക് അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല തണുപ്പ് വന്നേക്കാം, ഒരു മഴ, ചാറ്റൽ മഴ വന്നാൽ ഈ ഫോഗ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തെർമൽ ജാക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കണം. തെർമൽ ജാക്കറ്റ് ഇനി ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മൈനസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെർമൽ ജാക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുക. ഇഫ് യു ആർ ഹാവിംഗ് തെർമൽ ജാക്കറ്റ് വിത്ത് യു ഓൾറെഡി, ദെൻ അതിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഇന്നർ, നല്ല ചൂട് നിൽക്കുന്ന തരത്തിലുള്ള ഇന്നർ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇനി നിങ്ങളോട് പറയാനുള്ള വേറൊരു സാധനം, ബോഡി വാമറിന്റെ ഒരു കിറ്റ് ആമസോണിൽ കിട്ടും. ആമസോണിൽ ജസ്റ്റ് ബോഡി വാമർ അടിച്ചു കൊടുത്താൽ മതി, ഒരു കിറ്റ് കിട്ടും. അതിൽ ഏകദേശം 10-12 ചെറിയ ചെറിയ ഈ പാക്സ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അത് 8 മണിക്കൂറോളം നമ്മുടെ ബോഡിയിൽ ഹീറ്റ് നിലനിർത്തുന്ന സാധനങ്ങളാണ്. ബോഡി വാമർ അടിച്ചു കൊടുക്കുക. ഒരു റെഡ് കളറിലുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണാം, ഒരു പൗച്ച് പോലെ. അപ്പൊ അത് 1-2 വാങ്ങിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ ഒരു തെർമൽ ഫ്ലാസ്ക് ക്യാരി ചെയ്യാം. അത് ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ വെള്ളം കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെർമൽ ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നല്ലൊരു ഷൂ വേണം. യൂറോപ്പാണ്, ചില സ്ഥലങ്ങളിലൊക്കെ വാക്കിംഗ് ഉണ്ടാവും. സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇതെടുക്കുക. ഗ്ലൗസ്
യൂസ് ചെയ്യാം. തെർമൽ ഗ്ലൗസ് കിട്ടുവാണെങ്കിൽ തെർമൽ ഗ്ലൗസ് തന്നെ വാങ്ങിക്കുക. തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനങ്ങൾ വേണോ? യുവനസ് സാർ ഒന്ന് സൈലന്റ്. തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് കംപ്ലീറ്റ് നിങ്ങൾ ക്യാരി ചെയ്യണം. എസ്പെഷ്യലി ദ ക്യാപ്പ്. നമ്മളൊരു ക്യാപ്പ് തരുന്നുണ്ട്. ആ ക്യാപ്പ് നമ്മൾക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ ആ ക്യാപ്പ് ധരിക്കണം. അതൊരു ഐഡന്റിഫിക്കേഷൻ കൂടിയാണ് GTHന്റെ ലോഗോ ആയിട്ട്. എന്നാൽ അത് കൂടാതെ തന്നെ നമ്മൾ തരുന്ന ക്യാപ്പിന്റെ ഉള്ളിൽ തന്നെ മങ്കി ക്യാപ്പ് പോലെ ചെവി കവർ ചെയ്യുന്ന ക്യാപ്പ്. ഈ കാറ്റിന്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവും, ചില സമയത്ത് കാറ്റടിക്കും. അപ്പൊ അതിനുവേണ്ടി അത് കവർ ചെയ്യുക. പിന്നെ സൺഗ്ലാസസ്, ലിപ് ബാം, അത് സൺസ്ക്രീൻ, ലോഷൻ, അങ്ങനെയുള്ള കുറെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ ക്യാരി ചെയ്യുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇതിൽ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് ഗ്രൂപ്പിൽ. ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അല്ല ഫീവറും അതുപോലെ സ്റ്റൊമക് പെയിൻ അങ്ങനെയുള്ളതിനുവേണ്ടി ബേസിക് ആയിട്ടുള്ള മെഡിസിൻസും സംഗതികളും ഒക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ തീർച്ചയായിട്ടും ക്യാരി ചെയ്യാം. ഇനി വേറൊരു സാധനമാണ് മഗ്. നമ്മൾ ആരും തന്നെ ടിഷ്യൂ യൂസ് ചെയ്ത് ഫെമിലിയർ അല്ലാത്തവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മഗ് ഒന്ന് ക്യാരി ചെയ്യുക. ഇല്ലെങ്കിൽ ബോട്ടിലായാലും മതി. മഗ്ഗാണ് കംഫർട്ടബിളി. 1-2 മഗ് എടുക്കുക. 2 മഗ് എന്ന് പറയാൻ കാരണം ഒരു ഹോട്ടലിൽ ഒന്ന് മിസ്സായാൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് മഗ്. സോ 2 അത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. പിന്നെ അംബ്രല്ല മസ്റ്റായിട്ട് എടുക്കുക. അവിടെ 10 യൂറോ ഒക്കെ ആയിരിക്കും ഒരു കുടയ്ക്ക് വരുന്ന എക്സ്പെൻസ്. സോ ക്യാരി 1 അംബ്രല്ല. പിന്നെ യൂറോപ്പിലെ ടാപ്പ് വാട്ടർ ആണ്. വാട്ടർ ഈസ് വെരി. ഷർമിള മാം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. യൂറോപ്പിൽ നമുക്ക് ടാപ്പ് വാട്ടർ ആണ്. ടാപ്പ് വാട്ടർ വെച്ചാൽ നമ്മൾ അത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഇവിടുത്തെ അക്വാഫിന പോലെ ഉണ്ടാവും, വളരെ പ്യുവർ ആയിട്ടുള്ള, ഇറ്റ്സ് ഡ്രിങ്കബിൾ. സോ വി കളക്ട് ദ വാട്ടർ ഫ്രം ദ വാഷ് ബേസിൻസ്. നമ്മൾ അഡീഷണൽ വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം 2 യൂറോയോളം വെള്ളത്തിന് എക്സ്പെൻസസ് വരും യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബോട്ടിൽ നിങ്ങളെ കയ്യിൽ കരുതുക. അപ്പൊ അതിൽ കളക്ട് ചെയ്തവർ വാങ്ങിക്കുന്നവരുണ്ട്. വണ്ടിയിൽ നിന്നും അവിടെയുള്ള ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ്സ് എന്നൊക്കെ പോയിട്ട് അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾസ് ചോയ്സ്. അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് അഡാപ്റ്റർ ആണ്. അഡാപ്റ്റർ നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യുന്ന ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. അതിന് ഇന്റർനാഷണൽ അഡാപ്റ്റർ നിങ്ങൾ വാങ്ങിക്കണം തീർച്ചയായിട്ടും. യൂണിവേഴ്സൽ അഡാപ്റ്റർ അത് നല്ലൊരു മൊബൈൽ സ്റ്റോർ പോയാൽ അവർ തരും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സിം കാർഡ് നിർബന്ധമായിട്ടും എല്ലാവരും തന്നെ എടുത്തിരിക്കണം. നിർബന്ധമാണ്. സിം കാർഡ് എടുക്കാതെ വരുന്നവരെ നമ്മൾക്ക് ഒരു തരത്തിലും ഒരു റെസ്പോൺസിബിലിറ്റിയും ടൂർ മാനേജറിന് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ക്രൗഡഡ് പ്ലേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടുന്ന് ഒരാൾ മിസ്സായി പോയാൽ മതി, നമ്മുടെ സമയം കംപ്ലീറ്റ് അവിടെ പോവുകയും അടുത്ത ടൂറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പം തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ ഏതാണോ അതിനെ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യുക. അറൗണ്ട് ഒരു 3500 to 5000 രൂപയെ ഒരു 14 ദിവസത്തെ പാക്കേജിൽ വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും ഉപരിയായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ എവിടെയെങ്കിലും മിസ്സാവോ, എന്തെങ്കിലും ഒരു മൂവ്മെന്റിൽ ഇത് വരികയോ ചെയ്താൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യും. ജിയോയ്ക്കൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ്സ് ചീപ്പർ ആക്ച്വലി, ബട്ട് ഇറ്റ് വോണ്ട് വർക്ക് ഇൻ സം കൺട്രീസ്. അപ്പോൾ ഐ റെക്കമെൻഡ് വൊഡാഫോൺ. വൊഡാഫോൺ ആണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഇറ്റ്സ് എ നെതർലാൻഡ് ബേസ്ഡ് കമ്പനി. യൂറോപ്പിൽ റോമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും. ദേ ഷുഡ് ഹാവ് എ ഗുഡ് ഡാറ്റ ബാക്ക്. ഡാറ്റ ഏകദേശം 15 GB ഒരു പാക്കേജിൽ 3999 പാക്കേജിൽ 15 GB ഡാറ്റ വൊഡാഫോൺ കൊടുക്കുന്നുണ്ട്. എയർടെല്ലിനും അതുപോലത്തെ സ്കീം ഉണ്ടാകും. ഇതിൽ ഈ 2 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ജിയോ ഈസ് ഓൾസോ ഓക്കെ, ബട്ട് വി കനോട്ട് ഗ്യാരണ്ടി ഏതൊക്കെ സിറ്റികൾ ഏതൊക്കെ രാജ്യങ്ങളിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ദയവ് ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. മെഡിസിൻസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് കറൻസി. കറൻസിയിൽ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എത്ര കറൻസി ക്യാരി ചെയ്യണം എന്നുള്ളത്. നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ പാക്കേജ് ഓൾ ഇൻക്ലൂഡഡ് ഫുൾ ബോർഡഡ് പാക്കേജ് ആണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും താമസവും ഫ്ലൈറ്റ് എല്ലാം അടക്കം വരുന്ന പാക്കേജ് ആണ്. മെയിൻലി ദ എക്സ്പെൻസസ് കംസ് ഫോർ ദ പേഴ്സണൽ ഷോപ്പിംഗ്. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന പൈസയും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കോഫി കുടിക്കുന്നതും പിന്നെ ചില ഗ്യാസ് സ്റ്റേഷനിൽ നിങ്ങളിപ്പോൾ യൂറോപ്പ് പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. സ്വിസ് പാരീസ് ഒക്കെ പോയപ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ ചിലപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും €1 കോയിൻ 50 സെന്റ് അങ്ങനെയൊക്കെ ചില എക്സ്പെൻസസ് വരും. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്നൊന്നും കുറച്ച് സൊവനീസും ചോക്ലേറ്റ്സിലും ഉപരിയായിട്ട് നമുക്കൊന്നും വാങ്ങിക്കാനില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ വെരി ഡാം എക്സ്പെൻസീവ് കൺട്രീസ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്.
അപ്പോൾ ഒരു 50,000 എങ്കിലും മിനിമം ഒരു കപ്പിൾ ക്യാരി ചെയ്യുക. 50,000 രൂപയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള യൂറോ നിങ്ങൾ ക്യാരി ചെയ്യുക. ഫിൻലാൻഡിൽ യൂറോ ആണ്, നോർവേയില് നോർവീജിയൻ ക്രോണയാണ്, ഡാനിഷ് ക്രോണയാണ് ഡെൻമാർക്കില്, സ്വീഡനില് സ്വീഡിഷ് ക്രോണയാണ്. ഇതിന്റെ കറൻസി കൺവേർഷൻ ഏകദേശം നോർവേ ഇതില് യൂറോ ആണ്, ഫിൻലാൻഡില്. നോർവേയിൽ 8 രൂപയാണ്, ഒരു നോർവീജിയൻ ക്രോണ 8 രൂപയാണ്, സ്വീഡനിൽ അത് 10 രൂപയാണ്, ഡെൻമാർക്കാണ് അതിൽ ഏറ്റവും എക്സ്പെൻസീവ്. ഒരു ഡാനിഷ് ക്രോണ എന്ന് പറഞ്ഞാൽ ഏകദേശം 12-13 രൂപ വരും. അപ്പൊ യൂറോ എടുത്തിട്ട് അവിടെ ചെന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് ഓരോരോ കറൻസി ആക്കി എടുത്തു പോകുന്നതിന് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. മെയിനായിട്ട് നിങ്ങൾ ഡാനിഷ് ക്രോണയും സ്വീഡനിൽ നമ്മൾ അധിക സമയമില്ല, നോർവീജിയൻ ക്രോണയും ഡാനിഷ് ക്രോണയും ട്രൈ ചെയ്യാം. കിട്ടുവാണെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് യൂറോ എടുത്തിട്ട് അവിടുന്ന് കംഫർട്ടബിളി മാറ്റാവുന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തീർച്ചയായും ഉള്ളവരൊക്കെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അത് ചാർജബിൾ ആണോ, അതിന് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇവിടുത്തെ ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കോച്ചാണ് ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്. കോച്ചിന്റെ അകത്ത് ആൽക്കഹോൾ ഡ്രിങ്കിങ് നോട്ട് അറ്റ് ഓൾ അലൗഡ്. യൂറോപ്പിൽ ചിലപ്പോൾ അലൗഡ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അലൗഡ് ഇൻസൈഡ് ദ ബസ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അത് പ്രത്യേകിച്ചും നമ്മൾ തറയിലൊന്നും വീഴാതെ അവിടെ ഒരു വണ്ടിക്കൊരു, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തതാണ് കേട്ടോ, ഞാനൊരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നതാണ്. ഇതിലെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. കോച്ചിന്റെ അകത്ത് ഈ ചെറിയ ചിപ്സ് അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം, നോ പ്രോബ്ലം, ഇതൊക്കെ കഴിക്കാം, സ്നാക്സ് ഐറ്റംസ് ഒക്കെ. പക്ഷെ ഇതൊക്കെ നമ്മൾ വീഴുമ്പോൾ അതൊക്കെ എടുത്ത് അതിനൊരു ബോക്സ്, ഒരു കവർ വെച്ചിട്ടുണ്ടാവും ഡ്രൈവർ, അതിലേക്ക് ഇടണം. ബിക്കോസ് നമ്മൾ ഇവിടെ പോലെ വണ്ടി രാത്രി കഴുകാനൊന്നും അവിടെ ക്ലീനേഴ്സ് ഒന്നും കാണില്ല, ഇവർ തന്നെ വേണം ഇത് ക്ലീൻ ചെയ്യാൻ. 12 മണിക്കൂർ ഡ്രൈവിംഗ് ചെയ്ത് രാത്രി, അപ്പോൾ അവർക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അത്രയും ഡീപ്പായിട്ട് ഈ സംഗതികൾ ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എല്ലാ ക്ലയൻസിന്റെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ട്രിപ്പിന്റെ, ഈ സ്കാൻഡിക് നോർഡിക് ട്രിപ്പിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് 1 by 1 ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരാം. So we can start, yeah. ക്ലിയർ ആവുന്നില്ല സർ. ഫ്ലൈറ്റിന്റെ എക്സാക്ട് ടൈമിംഗ് ഫ്ലൈറ്റ് സാറേ 4:15 4:15 പുലർച്ചെ 4:15. 4:15 അല്ലേ? അതായത് 12:30, അതായത് 24-ാം തീയതി രാത്രി 12:30 കൊച്ചിൻ എയർപോർട്ടിൽ റിപ്പോർട്ടിംഗ് ആണ്. അതെ, ചോദിക്കാട്ടോ. റിട്ടേൺ കൊച്ചിക്ക് എത്തുന്നത് നൈറ്റ് ആണ്, നൈറ്റ് 10 o'clock ആണ് തിരിച്ചു കൊച്ചിയിലേക്ക് എത്തുന്നത്. അതെ, നമ്മുടെ അതെ 20 ഫിഫ്ത്ത് നൈറ്റ് 10 മണിക്ക് എത്തുവോ? ഹലോ, ഇത് ക്ലിയർ ആവുന്നില്ലല്ലോ. ജിനു ഒന്ന് അതിന്റെ ടൈമിംഗ് പറഞ്ഞു, എനിക്ക് എന്തോ കേൾക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ജിനു ഒന്ന് ടൈമിംഗ് പറയാമോ? ഹലോ, ഫിഫ്ത്ത് നൈറ്റ് എത്ര മണിക്കകത്ത് തിരിച്ചെത്തുന്നു? ഹലോ ഹലോ ഡോക്ടർ രമേഷ് ആണ്. ഫിഫ്ത്ത് നൈറ്റ് എത്ര മണിക്കാണ് ഇവിടെ എയർപോർട്ടിൽ എത്തുക? ഏർലി മോർണിംഗ് 6th ഏർലി മോർണിംഗ് 2:45. 2:45. ഓക്കെ. 6th ഏർലി മോർണിംഗ്. തണുപ്പിന്റെ ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ല, അത് എന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. പ്രവീണ മാം പറയൂ.
പറയൂ. അതല്ല തണുപ്പിലിടണ്ടേ ജാക്കറ്റിന് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? തെർമൽ ജാക്കറ്റിന്റെ കൂടെ എന്തൊക്കെയോ പറഞ്ഞില്ലേ? മാഡം, തെർമൽ ജാക്കറ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈനസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെർമൽ ജാക്കറ്റ് വാങ്ങിക്കുക. ഇനി തെർമൽ ജാക്കറ്റ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ യുവനസ് സർ ആൻഡ് ഇസ്മായിൽ സർ ഒന്ന് സൈലന്റ് ആക്കണേ. Or I will mute. ഇനി തെർമൽ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അകത്തിടാൻ പറ്റുന്ന ഇന്നർ കുറച്ചുകൂടെ ഒരു ചൂടൊക്കെ തരുന്ന വാം ടൈപ്പുള്ള ഇന്നർ യൂസ് ചെയ്യാം. ബിക്കോസ് വി കനോട്ട് പ്രെഡിക്ട് വെദർ ഇൻ എസ്പെഷ്യലി ഇൻ നോർവേ ബിക്കോസ് ഇറ്റ്സ് ഓൾ ഫിയോർഡ്സ് ആൻഡ് മൗണ്ടൻസ്. അപ്പൊ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ 10, 12, 13 ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരും. അപ്പൊ തെർമൽ ജാക്കറ്റും തെർമൽ ഇന്നറും മാത്രം മതി? അതെ. പിന്നെ മങ്കി ക്യാപ്പ് വേണം. അതല്ല ഹുഡി ഉള്ള ഇത് ഉണ്ടായാ പോരാ? അല്ല, അത് കൂടെയുള്ളതാണ്, അങ്ങനെ എടുത്താലും മതി. ഒരുമിച്ചുള്ളതാണ് മാഡത്തിന്റെ കയ്യിലുള്ളതെങ്കിൽ അത് എടുക്കാം. അല്ല, പുതിയത് മേടിക്കാന്ന് വെച്ചിട്ട് ഞാനത് മേടിക്കാൻ വേണ്ടി അല്ല ചോദിച്ചത്. മാഡം, വാങ്ങിച്ചോളൂ. വാങ്ങിക്കുമ്പോ ഞാൻ പറഞ്ഞതുപോലെ മൈനസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ആമസോണിൽ എന്ത് തെർമൽ കിറ്റാ? ബോഡി വാമർ ആണ്. അത് ബോഡി വാമർ. അതെന്തിനാ? അത് മാഡം, അത് നമുക്ക് ഒരു 8 മണിക്കൂറോളം നമ്മുടെ ജാക്കറ്റ്. യുവനസ് സർ ഒന്ന് സൈലന്റ് ആക്കണേ പ്ലീസ്. അതിലെന്താ ഉണ്ടാവുക? ബോഡി വാമർ നമ്മളെ ബോഡി വാം ചെയ്ത് വെക്കുന്ന ഒരു സംഗതിയാണ്. അല്ല, അതിലെന്താ ഉണ്ടാവുക? എങ്ങനെ എന്താ ഉണ്ടാകുന്നത്? അതൊരു പൗച്ച് പോലെയാണ് മാം. അതായത് ആമസോണില് ഹലോ ഈ കമ്പിളി പോലെ നമ്മുടെ മോളിൽ കൂടെ ഇടാൻ പറ്റുന്നതാ. ജിനു, ഒന്ന് പ്രവീണ മാമിന്റെ ഒന്ന് നോട്ട് ചെയ്തിട്ടേ ഒന്ന് മാമിന് അതിന്റെ പിക്ചർ അയച്ചു കൊടുക്കാം ആഫ്റ്റർ ദ സെഷൻ. ഒന്ന് നോട്ട് ചെയ്യിപ്പിച്ചോ. നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഉപയോഗിക്കാനാണോ ഉദ്ദേശിച്ചത്? അതല്ല മാം, ഡേ ടൈം. രാത്രി നമുക്ക് ഹീറ്റർ കാണും, ഹോട്ടലിൽ ഹീറ്റർ കാണും. ഡേ ടൈമിൽ നമ്മളെ മൂവ്മെന്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹലോ വിപിൻ, ബോഡി വാമറിന്റെ ബ്രാൻഡ് എന്തെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് ഉണ്ടോ? ഇല്ല, ഞാൻ അത് ഒന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ ഇതൊന്ന് എല്ലാവർക്കും അതിന്ന് അയച്ചു. ഏതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തിട്ട് ഒന്ന് ഇട്ടാൽ മതി. പോസിബിലിറ്റി. പിന്നെ ഇത് നമ്മളെ ഈ ജാക്കറ്റൊക്കെ ഈ വാമറും അല്ല നമ്മള് ഇൻസൈഡ് ഇടുന്നതൊക്കെ ഡെക്കാത്തലോണിൽ കിട്ടുന്നത് പോരെ? എല്ലാം ഡെക്കാത്തലോണിൽ കിട്ടുന്നത് എടുത്താൽ മതി. പിന്നെ കോച്ചസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് ലെഗ് ഒക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന പുഷ് ബാക്ക് ഒക്കെ ഉള്ള നല്ല സീറ്റ് അല്ല? അതെ മാഡം, യൂറോപ്പിലാണ് മെഴ്സിഡസ്, വോൾവോ അതൊക്കെ പോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ കോച്ചസ് ആയിരിക്കും. അത് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് ഇത് പോയപ്പോഴേ നമുക്ക് കുറച്ച് മാത്രമേ പുഷ് ബാക്ക് ഉണ്ടായെന്നുള്ളതാണ് ചോദിക്കുന്നത്. കുറേ നേരം ഇരിക്കുമ്പോൾ വയ്യാണ്ടാവും. ഇല്ല, പുഷ് ബാക്ക് കിട്ടും. ഹലോ വിപിൻ, പറയൂ. അല്ല നമുക്ക് ഫ്ലൈറ്റില് നമ്മളെ ചെറിയ സ്നാക്സ് എടുക്കാൻ പറ്റുമോ? ഫ്ലൈറ്റില് സ്നാക്സ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴ് കൊച്ചിയിൽ നിന്ന് കയറുമ്പോഴ് ഫ്ലൈറ്റിൽ നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റുമോ? പറ്റും. സ്നാക്സ് ലിക്വിഡ് അല്ലാത്ത ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഈ ചിപ്സ് പോലെയുള്ള ചിപ്സ്, നട്ട്സ് അങ്ങനത്തെ എടുക്കാം. നോ പ്രോബ്ലം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് ഒരു പെയർ ഓഫ് ഡ്രസ്സ് എപ്പോഴും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ക്യാബിൻ, അതായത് ചെറിയ ബാഗ്, ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ബാഗിൽ ഒരു പെയർ ഓഫ് ഡ്രസ്സ് വെക്കണം. എങ്ങാനും നിർഭാഗ്യവശാൽ നിങ്ങളുടെ ലഗേജ് ഡിലേ വരുവാണെങ്കിൽ അവര് നെക്സ്റ്റ് ഡേയിലാണ് സാധാരണ ഡെലിവറി ചെയ്യാറുള്ളത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ. അപ്പൊ നമുക്ക് ആ ഡേ ട്രിപ്പിനൊക്കെ പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെയർ ഓഫ് ഡ്രസ്സ്, അഡീഷണൽ ഡ്രസ്സ് എപ്പോഴും ക്യാബിൻ ബാഗേജിൽ എടുത്തു വെക്കണം. പിന്നെ ഷൂവിന്റെ കാര്യം, വാട്ടർ പ്രൂഫ് വേണോ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ സ്കെച്ചേഴ്സ് ഉപയോഗിക്കുന്ന പോലത്തെ നല്ല ഷൂ ആയാലും? സ്കെച്ചേഴ്സ് ഈസ് ഇനഫ്. സ്കെച്ചേഴ്സ് ഈസ് എ വെരി നൈസ് ബ്രാൻഡ് ആൻഡ് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതെടുത്താൽ മതി. ഹലോ, ഞാൻ ഡോക്ടർ സജീവൻ. പറയൂ സർ. നമ്മുടെ ലഗേജ് ത്രൂ അവിടെ നേരെ പോയല്ലേ ചെയ്യാം? ലഗേജ് ഖത്തറിൽ കളക്ട് ചെയ്യാൻ വേണ്ടല്ലോ?
ലഗേജ് വേണ്ട, ത്രൂ ചെക്കിനാണ്, ത്രൂ ചെക്കിൻ. Yes. ത്രൂ ചെക്കിനാണ്. ഇത് വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ബിക്കോസ് ഇതാ ഇങ്ങനെ ഒരു ബ്രാൻഡാണ് വാമി. ഇത് ആമസോണിൽ നിങ്ങൾ ബോഡി വാമർ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരു ഇത് കാണാം. കുറേ സാധനങ്ങളുണ്ട് അതിൽ. വാമി. ഓക്കെ, ഇത് അങ്ങോട്ട് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മുടെ കൺസൾട്ടന്റ് ഉണ്ട്. അപ്പൊ അവർക്കൊരു മെസ്സേജ് കൊടുത്താൽ മതി, അവരത് അയച്ചു തരും. ഇത് ഓരോരാളും നമ്മളെ കപ്പലിന് 2 വാങ്ങണം, ഓരോരാൾക്കും ഓരോന്ന് സാറേ വാങ്ങിച്ചാൽ മതിയോ? ഇത് ഡിപ്പെൻസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ പറയുന്നത്, ഇപ്പം തണുപ്പ് പ്രശ്നമുള്ളവരുണ്ടാകും, അത് ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു എക്സ്ട്രീം കോൾഡ് വരുവാണെങ്കിൽ ഇത് എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ചങ്ങ് ജാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ ഒരു 5-6 മണിക്കൂറത്തേക്ക് ബോഡി അങ്ങ് ഒരു വാമായിട്ട് നിൽക്കും. അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. എല്ലാ ദിവസവും ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഒരു 4-5 പാക്ക്, ബിക്കോസ് ഐ കനോട്ട് ക്യാരി ദിസ് മെനി, അതർവൈസ് ഐ വിൽ ബ്രിങ് ഫോർ യു. ബട്ട് എനിക്ക് 40 പേർക്ക് എന്ന് പറയുമ്പോൾ 160 പാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി നിങ്ങൾ ആമസോണിൽ ബോഡി വാമർ അടിച്ചു കൊടുത്താൽ ആ സാധനം വരും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പറഞ്ഞാൽ മതി ബോഡി വാമർ ഓർഡർ ചെയ്യണം ആമസോണിൽ. അപ്പൊ അതിന്റെ ഒരു 4-5 പാക്കറ്റ് നിങ്ങൾ 3-4 പാക്കറ്റ് വാങ്ങിക്കുക. തണുപ്പ് കൂടുതലുള്ള ദിവസങ്ങളിൽ ഇത് അങ്ങോട്ട് പൊട്ടിച്ച് ജാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഓക്കെ. ഹലോ ബിബി, ചാക്കോ സാർ പറയൂ. അവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഒന്ന് വേണം. ഞാൻ ഹെൽസിങ്കിയില് 10 o'clock 1 o'clock എത്തും. കോണ്ടാക്ട് നമ്പർ സാർ എന്റെ നമ്പർ തന്നെ വെച്ചോ. അതെയോ? അതെ. വെരി ഗുഡ്. ഓക്കെ, മതി. അല്ല നമ്മളെ ഈ രമേശ് സാർ, കാർഡ് ഫോറക്സ് കാർഡ് നമ്മളെ സാധാ കാർഡ് തന്നെ പോരെ? നമ്മളെ ഡെബിറ്റ് കാർഡിന് ഫോറക്സ് കാർഡ് എന്ന് പറയുന്നത് സാർ ഈ സ്കാൻഡിനേവിയൻ കൺട്രി യൂറോ അതിൽ ലോഡ് ചെയ്തിട്ടുള്ള യൂറോ ലോഡ് ചെയ്ത്, അതെ, സ്കാൻഡിനേവിയൻ കൺട്രീസ് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. നോർവേ, സ്വീഡൻ ടക്ക് 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 ഫുൾ ടാപ്പിംഗ് ആ കാർഡിന്റെ പരിപാടിയാണ് കൂടുതൽ അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയ്തർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ ഫോറക്സ് കാർഡിലും നിങ്ങൾക്ക് ഇത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മൾട്ടി കറൻസി കാർഡ് എടുത്തിട്ട് അതില് ഈ പറഞ്ഞ പോലെ നോർവീജിയൻ ക്രോണയും ഡാനിഷ് ക്രോണയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ഫോറക്സ് ചെയ്യുന്നവര് ആരെങ്കിലും നമ്മൾ പറ്റുമെന്ന് നമ്മൾ തന്നെ കണക്ട് ചെയ്തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ മൾട്ടി കറൻസി അതിൽ അപ്ലോഡ് ചെയ്യാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ യൂറോ മാത്രമാണെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാർഡ് യൂറോ മാറ്റാൻ പറ്റുമല്ലോ അല്ലെ? യൂറോ മാറ്റാൻ പറ്റും. ബിക്കോസ് ഈ ബാക്കിയുള്ള കറൻസീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നോർവീജിയൻ ക്രോണയും അങ്ങനെയുള്ള സംഗതിയെല്ലാം അത് ഇപ്പൊ തന്നെ നിങ്ങൾ ഫോറക്സ് ടീം ആരെങ്കിലും കണക്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം ഉണ്ടെന്നുണ്ടെങ്കിൽ കറൻസീസ് നോർവീജിയൻ ക്രോണേഴ്സിൽ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. അത് പിന്നെ അത് കിട്ടണമെന്നില്ല. കറൻസീസ് ഭയങ്കര ഷോർട്ടാണ്, അങ്ങനെയുള്ള റെയർ കറൻസീസ് ആണ്. അപ്പൊ യൂറോ ഈസ് ഫൈൻ ബിക്കോസ് ഇറ്റ്സ് ഓൾ കംസ് ഇൻ യൂറോപ്യൻ യൂണിയൻ. യൂറോ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളത് കറൻസി മാറ്റിയിട്ട് അവരുടെ രാജ്യത്തെ കറൻസി മാറ്റിയിട്ട് അതിലേക്ക് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ജിയോ നമ്മൾ റോമിംഗ് ചെയ്യുമ്പോൾ ജിയോ ഇല്ലാത്ത രാജ്യങ്ങൾ നിങ്ങളെ ഐഡിയയിൽ ഏതുമുണ്ടോ? ഇതിൽ കാണിക്കുന്ന അവരുടെ സൈറ്റിൽ കാണിക്കുന്ന അത് ആക്റ്റീവ് തന്നെ ആയിരിക്കൂലേ? ഇത് സാറേ ഇതൊന്നും ഒരു രാജ്യത്തും ഇല്ല. ഇവര് ലാച്ചിയാണ്, അതായത് അവിടുത്തെ ഒരു കൺട്രീന്റെ പ്രൊവൈഡറുമായിട്ട് ഇവര് ഒരു ഇന്റർനാഷണൽ ലൈനിൽ ഇത് ലാച്ച് എന്ന ഒരു സ്കീമാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ജിയോ നമ്മുടെ ക്ലയൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂറോപ്പിൽ പല സ്ഥലത്തും ഇത് ഫങ്ഷൻ ചെയ്യാറില്ല. ചില സ്ഥലങ്ങളിൽ ഇത് ഫങ്ഷൻ ചെയ്യും, ചില സ്ഥലത്ത് ഇത് ഫങ്ഷൻ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ BSNL ഒന്നും അത് എടുക്കാതിരിക്കുന്നത് നല്ലത്. സോറി ടു സേ, ബിക്കോസ് BSNL ഒന്നും തീരെ ഒരു ഇതില്ലാത്ത ഇതാണ്. അത് ഒരു കുറച്ചുകൂടെ വൊഡാഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ബെറ്റർ അതായിരിക്കും. പക്ഷെ ജിയോ വർക്കിംഗ്, ബട്ട് ചില സ്ഥലങ്ങളിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും പേരുണ്ട്, ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. അതല്ല, യൂറോ നമ്മൾ കയ്യില് ഇപ്പൊ നമ്മൾ കാർഡ് എടുത്തില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ വെറും യൂറോ കയ്യിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കറൻസി എടുക്കൂലോ അല്ലെ?
കറൻസി എടുക്കും മാഡം. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ മാം നേരത്തെ പോയ ട്രിപ്പുകൾ ചിലപ്പോൾ പാരീസ്, സ്വിസ് ഒക്കെ ആയിരിക്കും. അവിടെ കറൻസി കൂടുതൽ എടുക്കും. പക്ഷെ ഇതില് ഈ ഒരു സ്ട്രെച്ചിൽ കൂടുതലും കാർഡ് വെച്ചിട്ടാണ് കൂടുതൽ സംഗതികളും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെയാണുള്ള പേയ്മെന്റ്സേ ഇതിൽ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും നമ്മളിതൊന്നും പൈസ കറൻസി ഒന്നും വേറെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം കാർഡ് രണ്ടും എടുക്കാം. കാർഡും നിങ്ങൾക്ക് എടുക്കാം, അതുപോലെ തന്നെ കറൻസി നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. കറൻസി യൂറോ അപ്പൊ ആയിട്ട്. നമ്മൾ യൂറോ അതിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ അത് കൺവേർട്ട് ചെയ്യാ ഫോറക്സിൽ? അല്ല യൂറോയിൽ അവർ തന്നെ എടുത്തോളോ? യൂറോ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അല്ല മൾട്ടി കറൻസി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ട് മാം. ആ കാർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് യൂറോ, കുറച്ച് നോർവീജിയൻ ക്രോണ, കുറച്ച് ഡാനിഷ് ക്രോണ, അങ്ങനെയൊക്കെ അതിന് സെഗ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് അതിൽ. അത് മൾട്ടി കറൻസി കാർഡ് എന്നാണ് അതിന് പറയാ. അത് യൂസ് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ യൂറോ നിങ്ങൾ ഒരു കാർഡ് എടുക്കുവാണെങ്കിൽ ഫിൻലാൻഡിലെ യൂറോ ഡയറക്റ്റ് എടുക്കുന്നുള്ളൂ. പിന്നെ ആ കാർഡിൽ നിന്ന് ATM ആ കാർഡ് യൂസ് ചെയ്തിട്ട് അത് എടുക്കണം. അതായത് ബെറ്റർ വാട്ട് യു ഡു, ബെറ്റർ നിങ്ങൾ യൂറോ എടുക്കുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്താണ്. അതായിരിക്കും നല്ലത്. അല്ലെ നമുക്ക് എത്ര എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ, അത് ഒരു അല്ല, അതാണ് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞത്. ഇതിലിപ്പം നമുക്ക് 1 രൂപ പോലും എടുത്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ട്രിപ്പാണ്. ഓൾ ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഷോപ്പിംഗ്, വല്ലപ്പോഴുള്ള കോഫി, അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിക്കുന്നതിന് വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 50,000 ഈക്വലന്റ് ആയിട്ട് ഒരു കപ്പിളിന് ഒരു 50,000 രൂപയ്ക്ക് ഈക്വലന്റ് ആയിട്ട് എടുക്കുന്നത് മോർ ദാൻ ഇനഫ്. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് ടു ബൈ സംതിങ് സ്പെഷ്യൽ. ഇപ്പൊ ചിലവർ എന്താണ് നോവയിൽ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ബജറ്റ് വരുന്ന അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ ക്യാരി ചെയ്യണം. ഇപ്പൊ നോർമൽ പേഴ്സൺ ഈസ് ട്രാവലിംഗ് എന്ന് പറയുന്നത് അവിടുന്ന് വാങ്ങിക്കാനുള്ളത് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റും അതുപോലുള്ള കുറച്ച് സോവനീസും അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു രാജ്യങ്ങളിലെല്ലാം. നമുക്ക് യൂറോ മാത്രം എടുത്ത് കാശായിട്ട് കൊണ്ടുപോവാ അല്ലേ? യൂറോ അതെ സാറേ, യൂറോ ക്യാഷ് ആയിട്ട് എടുത്തിട്ട് നമുക്കിപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഫിൻലാൻഡിൽ ഹെൽസിങ്കിയിൽ യൂറോ ആക്സെപ്റ്റ് ചെയ്യും. ബാക്കി രാജ്യങ്ങളിലെല്ലാം ആ യൂറോ നമ്മൾ ഈ കറൻസി മാറ്റണം. യൂറോ മാറ്റിയിട്ട് നോർവീജിയൻ ക്രോണെ, നോർവേയിൽ എത്തുമ്പോൾ നോർവീജിയൻ ക്രോണെ, ഡെൻമാർക്കിൽ എത്തുമ്പോൾ ഡാനിഷ് ക്രോണെ, സ്വീഡനിൽ എത്തുമ്പോൾ സ്വീഡിഷ് ക്രോണെ, അങ്ങനെ ആക്കി മാറ്റണം. അപ്പൊ ആദ്യം ഇവിടെ ഇതൊക്കെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതെല്ലാം കുറച്ച് എടുത്ത് വെക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ യൂറോ വാങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാം. Yes, that's correct. Yeah, that is better. Yeah. പർച്ചേസിന് വരുമ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ആയാലും പറ്റില്ലേ? ഇന്റർനാഷണൽ എനേബിൾ ചെയ്ത ക്രെഡിറ്റ് കാർഡ് ആയാലും പറ്റില്ലേ? പറ്റും സാർ. അത് തീർച്ചയായും സാറിന്റെ ഏത് ബാങ്കാണ് ഇവിടുന്ന് അതൊന്ന് റീകൺഫേം ചെയ്യണേ. എത്ര സർവീസ് ഇൻട്രസ്റ്റ് പോകുന്നുണ്ട്. ബിക്കോസ് ഐ യൂസ്ഡ് ഇതിന്റെ ICICI ബാങ്കിന്റെ ഒരു ടോപ്പ് പ്രീമിയം കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ അവിടെ പോയിട്ട് ഇതെല്ലാം സ്വൈപ്പ് ചെയ്ത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിന് 1%, 1.5% ഒക്കെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ബാങ്കിന്റെ കാർഡാണ് അത് ഇവിടുന്ന് അവരുടെ അടുത്ത് അഷ്യൂർ ചെയ്യണം. ഇൻട്രസ്റ്റ് വരുമോ അങ്ങനെയുള്ളത് നോക്കിയിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് പൈസ അതിൽ യൂറോയിലൊക്കെ നോർവീജിയൻ ക്രോണിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഒന്ന് റീചെക്ക് ചെയ്ത് റീകൺഫേം ചെയ്താണ്. ഒരു ക്യാബിൻ ഹാൻഡ് ബാഗ്, സൂട്ട് കേസ്, ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുകൂടെ? എടുക്കാം. ഒരു ചെറിയ സൂട്ട് കേസ് അല്ലെ? ഒരു ചെറിയ സൂട്ട് കേസ്, ഒരു ഹാൻഡ് ബാഗ് കൊടുക്കാമല്ലോ അല്ലെ? അത് ക്യാരി ചെയ്യാം. വെജിറ്റേറിയൻ ഫുഡ് അവൈലബിൾ ആയിരിക്കില്ലേ? വെജിറ്റേറിയൻ മാഡം, അതിപ്പം നമ്മുടെ ടീം തന്നെ അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കും. അപ്പൊ ആ സമയത്ത് വെജിറ്റേറിയൻസ് പറയണം. പിന്നെ നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വെജിറ്റേറിയൻസിന് ഇന്ത്യൻ ഫുഡിൽ ബുഫേ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അവിടുത്തെ ലോക്കൽ ക്യൂസീൻസിലൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് ആ ഒരു നോൺ വെജിന് കിട്ടുന്ന ഒരു പ്രിഫറൻസസ് ഉണ്ടാവില്ല. ബട്ട് ദർ ഷുഡ് ബി വെജിറ്റബിൾ ഫുഡ് എന്തായാലും ഉണ്ടാവും. നമ്മളെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാ? ഇതിപ്പോ സാറേ നമ്മളെ ഇവിടുന്ന് 35 പേരാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ഒരു 7 പേര് നമ്മൾ ഡയറക്റ്റ് ജോയിനിങ് ആണ്. അവർ മലയാളികൾ തന്നെയാണ്, സൗദിയിലുള്ള ഒരു ഫാമിലിയാണ്. സോ ഡയറക്റ്റ് ജോയിനിങ് 35 പാക്സ് ഫ്രം ഹിയർ. ഇപ്പൊ സാർ അവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. അപ്പൊ ഇത് ഒരു വലിയ ട്രൂപ്പ് ആണല്ലോ.
ആ ഗ്രൂപ്പ് നമുക്ക് ഈ ഒരു ടൂറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അത്രയും നമ്പർ, നമ്മള് കഴിഞ്ഞ യൂറോപ്പ് ട്രിപ്പിൽ 41 പേരായിരുന്നില്ലേ സാർ, ഓർക്കുന്നില്ലേ? 41, അതൊരു മിനിമം സൈസാണ്. 53 സീറ്ററിന്റെ കോച്ചാ. നമുക്ക് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുമ്പോൾ മിനിമം ആ ഒരു നമുക്ക് 20 പേര് 25 പേരെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. Good. But you don't worry, I'm coming with you then. That is why. കുട്ടികളുണ്ടോ അതില്? അല്ല, എനിക്കൊരു ഞാൻ മോളുണ്ട്, ബോറടിക്കോ? കുട്ടികളടക്കാണ് പറഞ്ഞത് ആ നമ്പർ. അതിലൊരു അല്ലല്ല, കുട്ടികളുണ്ടോ ചോദിക്കാം. എന്റെ ഒരു 12 വയസ്സുള്ള മോളുണ്ട്, ബോറടിക്കോന്ന് അറിയാനാണ്. 12 സാർ. മാഡം അതിപ്പോ ഇതിൽ ആരുടെ ചോദിക്കേണ്ടി വരും, ബിക്കോസ് ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്തത്, കുട്ടികളുണ്ടോ എന്നുള്ളത്. ഐ തിങ്ക് 1 or 2 11 years. ഒരാളുണ്ട്, മുസ്തഫ സാറിന്റെ മോളുണ്ട്. അതെ. പിന്നെ ക്രോസ് ചെയ്ത 2 കുട്ടികളുണ്ട്. ആരാണ്? 50 ക്രോസ് ചെയ്ത 2 കുട്ടികളുണ്ട്. കുട്ടികളുണ്ട് അതല്ലേ? പിന്നെ ക്രോസ് ചെയ്ത് 50 മനസ്സുകൊണ്ട് കുട്ടികളാണ് അല്ലേ? അങ്ങനെ പെരുമാറ്റം ഞങ്ങൾക്കുണ്ടാവും. ഓൾറൈറ്റ്, ഓക്കെ. തമാശക്കാരുണ്ടെന്ന് അർത്ഥം. 12 ദിവസം തീരട്ടെ. നമുക്ക് എപ്പോഴും നല്ലത്, എനിക്ക് തോന്നുന്നു ഇതിലിപ്പം രമേശ് സാറിന്റെ അവരുടെ ഫ്രണ്ട്സിന്റെ ഏകദേശം 14ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ തന്നെ രജില മാം, ആൻസർ ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു 10-18 ഡോക്ടേഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗ്രൂപ്പിന്റെ. പിന്നെ there are lot of advocates if you need some legal kind of things വേണമെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് സിംഗിൾ ആയിട്ട് വരുന്നവർ വേറെ ഉണ്ടോന്ന് ഞാനൊക്കെ. സിംഗിൾ ഉണ്ടല്ലോ മാം. ഇത് രമ മാഡം ഉണ്ട്, ടീച്ചർ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ 2-3 പേരുണ്ട് ഇതില്. ലഗേജ് വെയിറ്റ് എത്രയാണ്? ലഗേജ് മാം 20 കിലോ പ്ലാൻ ചെയ്ത് എടുത്താൽ മതി. ബിക്കോസ് വി ഹാവ് ഇന്റേണൽ ഫ്ലൈറ്റ്. അതിൽ 20 kg മാക്സിമം അലൗഡ് ഉള്ളൂ. 20 കിലോ പ്ലസ് 7 കിലോ ക്യാബിൻ ബാഗേജ്, ടോട്ടൽ 27. ഏതാണ്? കേൾക്കുന്നില്ല മാം? ഓക്കെ. ഇപ്പൊ വേറൊരു കാര്യം കൂടിയും, തെർമൽ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ മൂട്ടിന് മുകളിലല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാലൊക്കെ തണുക്കാതിരിക്കാൻ എന്താ ഇടേണ്ടത്? തെർമൽ പാൻസ് ഉണ്ടല്ലോ, ഇന്നേഴ്സ്. അല്ല, തെർമൽ ഇന്നേഴ്സ് പാൻസ് ഇട്ടാ മതിയാ? പാൻസിൽ അല്ലേ? ജീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ജീൻസ് ആണെങ്കിൽ ആവശ്യമില്ല. നോർമൽ എന്തെങ്കിലും ഡ്രസ് ആണെങ്കിൽ തെർമൽ പാൻസ് യൂസ് ചെയ്യാം. അതെ, ഡെക്കാത്തലോൺ ഈസ് ദ ഐഡിയൽ ഓപ്ഷൻ. സ്റ്റോക്സ് അത്യാവശ്യം കാണും. കൊച്ചി, കളമശ്ശേരി ഉണ്ട്, കാലിക്കറ്റ് ബൈപ്പാസിലുണ്ട്. അപ്പൊ അത് വൈറ്റിലുണ്ട്, എറണാകുളത്ത്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഇറങ്ങിയിട്ട്, സൺഡേസ് ഇറങ്ങിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. സോ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ എല്ലാവരും ഹെൽത്തി ആയി ഇരിക്കുക. ഓക്കെ, നമുക്ക് വി ഹാവ് അറൗണ്ട് ഈ ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലാസ്റ്റ് ഡേ വാട്സ്ആപ്പ് അങ്ങനെ ചെയ്യുള്ളൂ മാം. അത് നമ്മൾ 24 hours ബിഫോർ ദ ഡിപ്പാർച്ചേഴ്സേ ചെയ്യുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല. അത് നേരത്തെ ചെയ്താൽ അതിൽ ആദ്യമൊക്കെ ഹായ് ഹീ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇടും. പിന്നെ ഫുൾ ഫോർവേഡഡ് മെസ്സേജസും വീഡിയോസും ഒക്കെ ആയിരിക്കും. സോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള കണ്ടന്റ് ഇടുന്ന സമയത്ത്, ബിക്കോസ് വി പ്രാക്ടീസ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഏർലിയർ ബട്ട് വി സ്റ്റോപ്ഡ്. ഇപ്പോൾ നമ്മളത് 24 hours ബിഫോർ ദ ഡിപ്പാർച്ചർ ആണ് അതിന്റെ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും അറിയിക്കല്ലോ. അല്ല, വി ഹാവ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇപ്പൊ നമ്മള് ഒരു 5-6 days മുമ്പേ തന്നെ, ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ജിനു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 24 hours ബിഫോർ ദ ഡിപ്പാർച്ചർ ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്. സംശയം ഞങ്ങൾ വിളിച്ചോ ചാക്കോ സാർ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളൂന്ന്. തീർച്ചയായും. അവിടെ എങ്ങനെയുണ്ട് വെതർ ഇപ്പോ? വെരി ഗുഡ്. ലണ്ടൻ. ഓക്കെ. രമേശ് സാർ പോയോ? രമേശ് സാർ? ഇല്ല, ഉണ്ട്, ഇവിടെ ഉണ്ട്. വീഡിയോ ഇതായതാ. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ.
അപ്പം നല്ലൊരു മോസ്റ്റ് മെമ്മറബിൾ ട്രിപ്പ് തന്നെയായിരിക്കും നമ്മുടെ ബിപിൻ തന്നെയല്ലേ വരുന്നത്? അതെ അതെ അതെ, ഞാൻ തന്നെ ഓക്കെ. ആയിരിക്കും. അപ്പോൾ ഒരു മെമ്മറബിൾ ട്രിപ്പ് തന്നെ, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഏറ്റവും ഭംഗിയാക്കണം. നമുക്ക് അതിന്റെ പങ്ക്ച്വാലിറ്റിയോട് കൂടി വിത്ത് ഫുൾ എനർജിയിൽ എല്ലാവരും ഒരുമിച്ച് പോയി ആ ഒരു കൈൻഡ് ഓഫ് സെറ്റിൽ നമുക്കൊരു മെമ്മറബിൾ ട്രിപ്പ് ആക്കി നമുക്ക് മാറ്റണം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പം കോണ്ടാക്റ്റിലുള്ള കൺസൾട്ടൻസുമായിട്ട് ഇപ്പൊ പലരും എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സമയത്ത് പല മീറ്റിംഗ്സും കാര്യങ്ങളും പല സിറ്റീസിലാണ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ കോളുകൾ എടുക്കാൻ പറ്റാറില്ല, എന്നാലും ഞാൻ പറ്റാവുന്നത്ര തിരിച്ചു വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അസൈൻഡ് ആയിട്ടുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അല്ലെ കൺസൾട്ടൻസ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ ഇനി ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചിട്ട് ക്ലാരിറ്റി കൊടുക്കാം. ഇപ്പൊ ഇത് രമേശ, ഇത് അടിപൊളിയാക്കുക. അപ്പോ അടുത്ത ട്രിപ്പിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ തന്നെ ബുക്കിംഗ് ഉണ്ടാവും. അതെ അതെ അതെ, അത് സാറ് ബുക്ക് ചെയ്തില്ലെങ്കിലും ട്രിപ്പ് അടിപൊളിയാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ? എവിടത്തേക്കാ? ചൈന. ചൈന ഇല്ല, ഇവര് പ്രിഫർ ചെയ്യുന്ന ജപ്പാനാ. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. രമേശ് സാർ, ചാക്കോ സാറ് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ യാത്ര ചെയ്ത ഒരുമിച്ച്. ചാക്കോ സാറേ ഡോക്ടറാണോ? അല്ലല്ല, ഞാൻ ഡോക്ടർ ഒന്നല്ല, ഒരു സാധാ മനുഷ്യൻ. നമുക്ക് നേരിട്ട് കാണാം. അല്ല, ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ചാക്കോ ഉണ്ട്, അതാണോ എന്ന് ചോദിച്ചതാ. ഒരു കാര്യം കൂടി ചാക്കോ ചോദിക്കാം. ഒരുപാട് കാണും. ഹലോ മാഡം പ്രവീണ മാം. അതെ, നമ്മളിപ്പോ അവിടെ ചെന്നപ്പോ എന്തെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു, പക്ഷെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 50,000 യൂറോ അല്ലെങ്കിൽ 1,00,000 അല്ല, ഒരു റുപ്പീസിന്റെ യൂറോ ആണ് എടുക്കണുള്ളത് വെച്ചോ. അല്ല, നമ്മുടെ കയ്യിൽ പൈസ വെക്കാൻ പറ്റും, റുപ്പീസ് വെക്കാൻ പറ്റും. അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ആവശ്യത്തിന്? റുപ്പീസ് ഇല്ല മാം, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ആക്സെപ്റ്റിംഗ് അല്ല. അങ്ങനെയുള്ളതിനാണ് മാം ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്കിപ്പോ ഓരോ ഫാമിലിയുടെയും പർപ്പസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് ഷോപ്പിംഗ് ഒരുപാട് ചെയ്യണം, ഒരുപാട് പൈസ, അങ്ങനെയുള്ള ലിമിറ്റഡ്. അപ്പം ഞാനൊരു ആവറേജ് പിടിച്ചതാണ് 50. അത് മാമിനോട് പറഞ്ഞു. ഇപ്പൊ സ്പെസിഫിക്കലി എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ അവിടെ എത്തി കണ്ടു, വലിയ പൈസയുടെ സാധനമാണ് വാങ്ങിക്കണമെങ്കിൽ, ഈ പൈസയുള്ളെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ അതുപോലെ എന്തെങ്കിലും സംഗതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷനും കൂടി ഉണ്ടെങ്കിൽ ഈ 50 എന്നുള്ളത് കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയിട്ട് എടുക്കുന്ന പോലെ പ്ലാൻ ചെയ്യാം. ഒരു 1 lakhലേക്കോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയെടുക്കുന്ന പോലെ പ്ലാൻ ചെയ്യാം. ഓക്കെ അല്ലേ? പ്രവീണ മാം കേട്ടില്ലേ മാം? ഓക്കെ. അപ്പൊ 25-ാം തീയതി കാണാം. 25-ന് കാണാം സാർ. അപ്പൊ 24 രാത്രി. അല്ല, ചാക്കോ സാർ ലണ്ടനിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ കാണുക, റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണുക. സോ ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ശുഭസായാഹ്നം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. താങ്ക് യു.